കപ്പ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും നാവിൽ നിന്നൊക്കെ മായാതെ നിൽക്കുന്ന ഒരു രുചിയും അനുഭവമൊക്കെ എപ്പോഴാണെന്നറിയാവോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അങ്കിളുമാരുടെയൊക്കെ കല്യാണ തലേന്ന്, അതായത് മധുരം വെപ്പിൻ്റെയൊക്കെ സമയത്ത് വാഴയിലക്കകത്ത് നല്ല ചൂട് കപ്പ ബിരിയാണി ഇങ്ങനെ വിളമ്പും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്, നല്ല കുഴഞ്ഞിരിക്കുന്ന കപ്പ ബിരിയാണി കേട്ടോ. നമ്മൾ വായിൽ വയ്ക്കുമ്പോഴേ അലിഞ്ഞു പോവും. പക്ഷേ ഇപ്പോൾ അങ്ങനൊരിത് കാണാനേ ഇല്ല. ഒന്നില്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി, അതൊക്കെയാണ് ഇപ്പോൾ കല്യാണ തലേന്ന് പലരും കൂടുതലും വിളമ്പുന്നത്. പക്ഷേ അന്നത്തെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണല്ലേ. നമ്മുടെ പണ്ടത്തെ കാലമൊക്കെ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എനിവേ എനിക്കിന്നൊരു ഓഫ് ഡേ ആയിരുന്നു. കുറച്ച് പ്രൊഡക്റ്റീവ് ആകാമെന്ന് വിചാരിച്ചു, സ്വയമേ വിചാരിച്ചു. അങ്ങനെ ഞാനിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബീഫ് മസാലയൊക്കെ പുരട്ടി, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റി ബീഫ് വേവിക്കാൻ വെച്ചു. ഈ ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ ലുലു എന്ന് വാങ്ങിച്ച ബോബി വീൽ ബീഫാണ് കേട്ടോ. അങ്ങനെ കപ്പ ഇപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി വെന്താൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ കയ്യോടെ അതങ്ങോട്ട് ഊറ്റി. പിന്നെ കപ്പ വെന്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള തേങ്ങ വറക്കാം. ഈ തേങ്ങയും കൂടെ വറുത്തിടുമ്പോഴാണ് കേട്ടോ, തേങ്ങയും കറിവേപ്പിലയും കൂടെ വറുത്തിടുമ്പോഴാണ് ആ ഒരു കപ്പ ബിരിയാണിയുടെ ഫിനിഷിങ് അൾട്ടിമേറ്റ് ലെവലാവുന്നത്. എനിക്ക് ആ ഒരു തേങ്ങ വറുത്ത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു അമേസിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ബീഫ് വെന്തു. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ വേവിച്ച കപ്പ ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ആ ചെറിയ തീയിലൊന്ന് വേവിക്കണം കേട്ടോ. കാരണം ആ എല്ലാ ഒരു സ്മെല്ലും എല്ലാം കൂടെ മൂന്നും കൂടെ മിക്സ് ആവണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ തവി ഉപയോഗിച്ച് ഇളക്കിയെടുക്കാൻ. ഈ ഇളക്കാണ് മക്കളെ പാട്. നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പോലെ ഉടച്ചെടുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ആരോഗ്യത്തോടു കൂടി ഉടച്ചെടുത്ത കപ്പ ഇതുപോലായിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ കാപ്പിയും കുറച്ച് സവോള സ്ലൈസസ് ഒക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ കപ്പ ബിരിയാണി കഴിച്ചു നോക്കി കേട്ടോ. ചുമ്മാ പറയുന്നതല്ല, സത്യമായിട്ടും അടിപൊളിയായിരുന്നു സാധനം. ഞാനിവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിരുന്നു, അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് നമുക്കിഷ്ടമുള്ള സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നേ. ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, സീ യു ടിൽ നെക്സ്റ്റ് ടൈം.